നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാൻ പോകുന്നത് എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളുമാണ്. KV തിക്കുറിശി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് കൃഷ്ണവർമ്മൻ നായരാണ്. എന്താണ്? KV തിക്കുറിശി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് കൃഷ്ണവർമ്മൻ നായരാണ്. ഇവിടെ KV കൃഷ്ണവർമ്മൻ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. KV തിക്കുറിശി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് കൃഷ്ണവർമ്മൻ നായരാണ്. നേത്രരോഗി എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയത് EV കൃഷ്ണപിള്ളയാണ്. EV കൃഷ്ണപിള്ള രചന നടത്തിയത് നേത്രരോഗി എന്ന തൂലികാനാമത്തിലാണ്. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് ആരാണ്? വൈലോപ്പിള്ളിയാണ് ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത്. പമ്മൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് R പരമേശ്വരൻ മേനോനാണ്. പമ്മൻ R പരമേശ്വര മേനോൻ. ഉറൂബ് അറിയാം നമുക്കെല്ലാം. PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയത്. ശ്രീകുമാർ എന്ന പേരിൽ ആരായിരുന്നു എഴുതിയത്? ശ്രീകുമാർ എന്നത് ആരുടെ തൂലികാനാമമായിരുന്നു? സുഗതകുമാരി ടീച്ചറിൻ്റെ തൂലികാനാമമായിരുന്നു ശ്രീകുമാർ എന്നുള്ളത്. കുട്ടിക്കുഞ്ഞു തങ്കച്ചി എന്ന പേരിൽ ലക്ഷ്മിക്കുട്ടിയാണ് രചനകൾ നടത്തിയത്. കുഞ്ഞുണ്ണി എന്ന പേരിൽ രചനകൾ നടത്തിയത് അതിയാരത്ത് കുഞ്ഞുണ്ണി നായരാണ്. കുഞ്ഞുണ്ണി എന്ന പേരിൽ തൂലികാനാമത്തിൽ രചന നടത്തിയത്. അപ്പോൾ KV തിക്കുറിശി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് കൃഷ്ണവർമ്മൻ നായരാണ്. നേത്രരോഗി എന്ന തൂലികാനാമത്തിൽ EV കൃഷ്ണപിള്ള. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് വൈലോപ്പിള്ളിയാണ്. പമ്മൻ എന്ന തൂലികാനാമത്തിൽ R പരമേശ്വര മേനോൻ. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ. ശ്രീകുമാർ എന്ന തൂലികാനാമത്തിൽ സുഗതകുമാരി. കുട്ടിക്കുഞ്ഞു തങ്കച്ചി എന്ന തൂലികാനാമത്തിൽ ലക്ഷ്മിക്കുട്ടിയാണ്. അതുപോലെ കുഞ്ഞുണ്ണി എന്ന തൂലികാനാമത്തിൽ അതിയാരത്ത് കുഞ്ഞുണ്ണി നായരാണ്. ബാറ്റൺ ബോസ് എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയത് KM ചാക്കോയാണ്. ബാറ്റൺ ബോസ് എന്ന തൂലികാനാമത്തിൽ. ഇത് തൂലികാനാമമല്ല, വയനാടിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സലയാണ്. വയനാടിൻ്റെ കഥാകാരി ആരാണ്? P വത്സലയാണ്. കപിലൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയത് K പത്മനാഭൻ നായരാണ്. കപിലൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയത് ആരാണ്? K പത്മനാഭൻ നായരാണ്. CJ മണ്ണുമൂട് എന്ന പേരിൽ എഴുതിയത് KC ജോസഫാണ്. CJ മണ്ണുമൂട് എന്ന പേരിൽ രചന നടത്തിയത്. അഭയദേവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? അയ്യപ്പൻ പിള്ളയാണ് അഭയദേവ് എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയത്. മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന പേരിൽ രചന നടത്തിയത് P ശങ്കരൻ നമ്പൂതിരി ആയിരുന്നു. അതുപോലെ ആർട്ടിസ്റ്റ് നമ്പൂതിരി, പ്രശസ്ത ചിത്രകാരനായ KM വാസുദേവൻ നമ്പൂതിരിയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ചിത്രരചന നടത്താൻ തുടങ്ങിയത് ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന പേരിലാണ്. കോഴിക്കോടൻ എന്ന പേരിൽ K അപ്പുക്കുട്ടൻ നായരാണ് രചന നടത്തിയത്. ആശാ മേനോൻ K ശ്രീകുമാർ ആയിരുന്നു. MRKC എന്നുള്ളത് ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ്റെ തൂലികാനാമമായിരുന്നു. MRKC ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമൻ മേനോൻ്റെ. MK മേനോൻ്റെ തൂലികാനാമം എന്തായിരുന്നു എന്നറിയാമോ? വിലാസിനി എന്നായിരുന്നു MK മേനോൻ്റെ തൂലികാനാമം. ഒളപ്പമണ്ണ എന്ന പേരിൽ രചന നടത്തിയത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. ഒളപ്പമണ്ണ എന്ന പേരിൽ രചന നടത്തിയത്. അപ്പോൾ ബാറ്റൺ ബോസ് എന്ന പേരിൽ KM ചാക്കോ എഴുതുകയുണ്ടായി. വയനാടിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സലയാണ്. കപിലൻ എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയത് K പത്മനാഭൻ നായരാണ്. CJ മണ്ണുമൂട് എന്ന പേരിൽ രചന നടത്തിയത് KC ജോസഫാണ്. അഭയദേവ് അയ്യപ്പൻ പിള്ളയാണ്. മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയത് P ശങ്കരൻ നമ്പൂതിരിയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്ന തൂലികാനാമത്തിൽ ചിത്രരചന നടത്തിയത് KM വാസുദേവൻ നമ്പൂതിരിയാണ്. കോഴിക്കോടൻ K അപ്പുക്കുട്ടൻ നായരുടെ തൂലികാനാമമാണ്. ആശാ മേനോൻ K ശ്രീകുമാറിൻ്റെ തൂലികാനാമമാണ്. MRKC എന്നുള്ളത് ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനോൻ്റെ തൂലികാനാമമാണ്. MK മേനോൻ്റെ തൂലികാനാമമാണ് വിലാസിനി. ഒളപ്പമണ്ണയുടെ എന്ന പേരിൽ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ് രചനകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ വീരൻ എന്ന പേരിൽ രചന നടത്തിയത് PK വീരരാഘവൻ നായരാണ്. വീരൻ എന്ന പേരിൽ രചന നടത്തിയത്. സിനിക് എന്ന പേരിൽ എഴുതിയത് ആരാണ്? M വാസുദേവൻ നായരാണ് സിനിക് എന്ന പേരിൽ എഴുതിയത്. സുമംഗല എന്ന പേരിൽ ലീല നമ്പൂതിരിപ്പാടാണ് രചന നടത്തിയത്.
സുരാസു എന്ന പേരിൽ ആരാണ്? ബാലഗോപാലക്കുറുപ്പാണ് സുരാസു എന്ന പേരിൽ രചന നടത്തിയത്. സഞ്ജയൻ എന്ന പേരിൽ രചന നടത്തിയത് ആരാണ്? എം രാമുണ്ണി നായരാണ് സഞ്ജയൻ എന്ന പേരിൽ രചന നടത്തിയത്. ചെറുകാട് എന്ന പേരിൽ സി ഗോവിന്ദ പിഷാരടിയാണ് രചനകൾ നടത്തിയത്. അതുപോലെ തിക്കൊടിയൻ എന്ന പേരിൽ പി കുഞ്ഞനന്ദൻ നായരാണ് രചനകൾ നടത്തിയത്. തുളസീവനം എന്നത് ആർ രാമചന്ദ്രൻ നായരുടെ തൂലികാനാമമാണ് തുളസീവനം. തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെട്ടതാരാ? യു എ ഖാദറാണ് തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെട്ടത്. അയ്യനേത്ത് എന്നുള്ളത് എ പി പത്രോസിൻ്റെ തൂലികാനാമമാണ്. നന്ദനാർ എന്നുള്ളത് ആരുടെ തൂലികാനാമമാ? പി സി ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ. മാലി എന്നുള്ളത് ആരുടെ തൂലികാനാമമാ? മാലി മാധവൻ നായർ എന്ന് കേട്ടിട്ടില്ലേ? മാലി എന്നുള്ളത് മാധവൻ നായരുടെ തൂലികാനാമമാണ്. പ്രഭ എന്ന പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു തൂലികാനാമം പ്രഭ എന്നായിരുന്നു. അതിനെപ്പറ്റിയുള്ള രസകരമായ കഥകളൊക്കെ അദ്ദേഹം പറയുന്നതും നമുക്ക് കേൾക്കാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അദ്ദേഹം ആ തൂലികാനാമത്തിൽ എഴുതുമ്പോൾ അദ്ദേഹത്തിന് വന്ന കത്തുകളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. വീരൻ എന്ന പേരിൽ, വീരൻ എന്ന തൂലികാനാമത്തിൽ രചന നടത്തിയത് പി കെ വീരരാഘവൻ നായരാണ്. സിനിക് എന്ന പേരിൽ എം വാസുദേവൻ നായർ. സുമംഗല എന്ന തൂലികാനാമത്തിൽ ലീല നമ്പൂതിരിപ്പാടാണ്. സുരാസു എന്ന തൂലികാനാമം ഉപയോഗിച്ചത് ബാലഗോപാലക്കുറുപ്പാണ്. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ എഴുതിയത് ആരാണ്? എം രാമുണ്ണി നായരാണ്. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ സി ഗോവിന്ദ പിഷാരടിയാണ് എഴുതിയത്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ പി കുഞ്ഞനന്ദൻ നായരാണ് എഴുതിയത്. അതുപോലെ തന്നെ തുളസീവനം എന്ന തൂലികാനാമം ആർ രാമചന്ദ്രൻ നായരുടേതാണ്. തൃക്കോട്ടൂരിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് യു എ ഖാദറാണ്. അയ്യനേത്ത് എന്ന തൂലികാനാമം എം പി പത്രോസിൻ്റെയാണ്. നന്ദനാർ എന്ന തൂലികാനാമം ആരുടേതാണ്? പി സി ഗോപാലൻ്റെതാണ്. മാലി, അത് മാലി മാധവൻ നായർ. പ്രഭ എന്ന തൂലികാനാമം ഉപയോഗിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പോൾ ഇത്രയും എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളുമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൻ്റെ മുൻപൊരു എപ്പിസോഡിൽ അപരനാമങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 പാർട്ടുണ്ട്. അതുപോലെ തൂലികാനാമങ്ങളും പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ തൂലികാനാമങ്ങൾ എന്ത് ചെയ്യുക? ആവർത്തിച്ച് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സിലാക്കുക, വീണ്ടും വീണ്ടും കേൾക്കുകയാണ് ഇവിടെ വേണ്ടത്. വീണ്ടും വീണ്ടും കേട്ടാലേ നല്ല രീതിയിൽ അത് നമ്മുടെ മനസ്സിലേക്ക് പതിയുകയുള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക. കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.